നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാനക്കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 വട്ടക്കൊമ്പൻ ചോരക്കണ്ണൻ കണ്ടൻ മുണ്ടൻ ചെമ്പൻ ചെറുമാര്യൻ പോത്തിൻ്റെ പുനർജന്മം 18-ാം ദിനത്തിൽ തുടർന്ന് കേൾക്കുക. മായയാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചമെങ്കിലും മായയ്ക്ക് അതീതമായ ആ ബ്രഹ്മസത്യത്തെ സ്വീകരിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം. മാത്രമല്ല, ഗാർഹസ്ഥ്യ ജീവിതം നയിച്ചിരിക്കുന്ന നമുക്ക് സന്താന സൗഭാഗ്യം കൈവന്നിട്ടില്ല. പുത്രന്മാർ ഇല്ലാത്തവർക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല. നാം ഓരോരുത്തരും ആ ഗാർഹസ്ഥ്യ ജീവിതം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എത്ര തന്നെ മോക്ഷമാർഗങ്ങൾ സ്വീകരിച്ചാലും അവിടെ നിന്നും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അല്ലയോ പ്രാണേശ്വര, ഭർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ ഭാര്യയും അനുസരിക്കേണ്ടതാണ്. അതുപോലെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഭർത്താവും പ്രവർത്തിക്കേണ്ടതാണ്. ഈ മഹത്തമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നാം പരസ്പരം ഒരുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അങ്ങേക്ക് എപ്പോഴാണ് ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിനോട് വിരക്തി തോന്നിത്തുടങ്ങിയത്? അപ്പോൾ തന്നെ ഞാനും അങ്ങയെ പിന്തുടരേണ്ടതാണ്. എന്നാൽ പ്രിയതമ, ഞാൻ എങ്ങനെ അങ്ങയെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയെല്ലാം പറയുന്ന ലീലയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ദത്തൻ സന്യാസ ജീവിതത്തിലേക്ക് പോകുവാൻ തയ്യാറായി. അവനെ തടഞ്ഞുകൊണ്ട് ലീല പറഞ്ഞു, പ്രാണനാഥ, അരുത്, ഒരിക്കലും പോകരുത്. എന്നാൽ ദത്തനെ തൻ്റെ കോപത്തിനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഹേ ലീലേ, എൻ്റെ മുന്നിൽ നിന്നും മാറി നിൽക്കൂ. നിന്റെ അന്ധമായ കാമം നിന്റെ ജീവിതത്തെ താളം തെറ്റിച്ചിരിക്കുന്നു. നിന്റെ ചിന്തകൾ പോലും മലിനമായിരിക്കുന്നു. നിന്നിലെ ആത്മാവിന് പോലും ക്ഷയം ഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നിനക്കൊരിക്കലും മനുഷ്യജന്മം യോജിക്കുന്നില്ല. അതുകൊണ്ട് നീ വിവേകമില്ലാത്ത മഹിഷിയായി ജന്മം കൊള്ളട്ടെ. ഇത് കേട്ട ലീലയാവട്ടെ യാതൊരു വിഷമം കൂടാതെ ഇങ്ങനെ പറഞ്ഞു, എന്തിനാണ് പ്രാണനാഥ ഇങ്ങനെയൊരു ശാപം എന്നിൽ അങ്ങ് അടിച്ചേൽപ്പിച്ചത്? ഞാനിതാ ശപഥം ചെയ്യുന്നു. അങ്ങയുടെ ശാപം ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു. എൻ്റെ പാതിവ്രത്യത്തിൽ സത്യമുണ്ടെങ്കിൽ എത്രയെത്ര ജന്മങ്ങൾ ഏതെല്ലാം യോനിയിൽ കൂടി ഞാൻ പിറന്നാലും അങ്ങയോട് എനിക്കുള്ള കാമേച്ഛ അങ്ങു തന്നെ പരിഹരിച്ചു തരേണ്ടി വരും. അതിനുവേണ്ടി ഇനി എത്ര ജന്മം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അതിനാൽ അങ്ങ് ഒരു മഹിഷമായി പിറവിയെടുത്തുകൊണ്ട് എന്നിലെ കാമേച്ഛയെ പൂർത്തീകരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കേൾക്കുക.